മടങ്ങിപ്പോകുന്നു. നീറോയുടെ ഭടന്മാർ അദ്ദേഹത്തെ ബന്ധിക്കുന്നു, പിന്നീട് അദ്ദേഹത്തെ വധിക്കുന്നു സെയിന്റ് പോളിനോടൊപ്പം. ഷെൻറിക് ഷീൻകെവിച്ച് ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടി ഈ ആപ്പിയൻ പാതയിൽ കർത്താവ് സെയിന്റ് പീറ്ററിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തെ പള്ളിയിൽ എത്തിച്ചേർന്നു. ആ പള്ളിയുടെ പേര് പാൽമീസ് ചർച്ച് എന്നാണ്. സന്ത മരിയ ഇൻ പാൽമീസ്. ഇൻ പാൽമീസ് എന്നതിന്റെ അർത്ഥം ഹോളി ഫീറ്റ് എന്നാണ്. അതായത് അവിടെ കർത്താവിന്റെ പാദം പതിഞ്ഞത് ഇപ്പോഴും പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ പാദം പതിഞ്ഞ മണ്ണിലിരുന്നു കൊണ്ട് ഈ നോവലിസ്റ്റ് കർത്താവ് നടന്ന വഴികളെ കുറിച്ച് ധ്യാനിച്ച് കാണും. ആ വഴികളെ കുറിച്ച് ധ്യാനിച്ച് അദ്ദേഹം നോവൽ എഴുതി കാണണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിന്റെ പീഡാസഹനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു, ഞാൻ വേദനിച്ചു, ഞാൻ കരഞ്ഞു, എൻ്റെ ഹൃദയം ചോര വാർത്തു. പിന്നെ കർത്താവിൻ്റെ ഉത്ഥാനം ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുള്ള അഹന്ത ഞാൻ വിടിഞ്ഞു. കർത്താവിനോടൊപ്പം ഉയർപ്പിന്റെ ഉജ്ജ്വല മുഹൂർത്തത്തെ വിളിച്ചറിയിക്കുന്ന കാറ്റ് പോലെയായി മാറണമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഞാനും ഉയർപ്പിക്കപ്പെട്ടു. നൗ ഐ എം എ റിസറക്റ്റഡ് ക്രിസ്ത്യൻ. അതെനിക്ക് എല്ലാവരോടും പറയാൻ സാധിക്കും. ആ റിസറക്റ്റഡ് ക്രിസ്ത്യൻ ആയതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ എഴുത്ത് ആളുകളെ മുഴുവൻ ഉയർപ്പിലേക്ക് നയിച്ചത്. അടുത്തൊരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടണം. നീറോയെ തന്നെയാണ്. നീറോയെ വളരെ സുന്ദരമായിട്ട് സിനിമയിലും നോവലിലും അവതരിപ്പിച്ചിട്ടുണ്ട്. നീറോയെ അവതരിപ്പിച്ചതിന് ഓസ്കർ അവാർഡും അഭിനേതാവിന് ലഭിക്കുകയുണ്ടായി. നീറോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചികത മനുഷ്യരൂപം പോലുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. അയാളുടെ അമ്മ പല ആളുകളെ, ഉറ്റബന്ധുക്കളെ കൊന്നൊടുക്കിയതിന് ശേഷമാണ് അയാളെ ചക്രവർത്തിയാക്കി മാറ്റിയത്. അതിനുശേഷം ഇയാൾ ആദ്യം ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് അമ്മയെ കൊല്ലുക എന്നുള്ളതാണ്. അമ്മയെ ബോട്ടിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പിന്നെ അനുചരന്മാരെ അയച്ച് അവരുടെ തല വെട്ടിയെടുക്കുകയായിരുന്നു. ആ തല ഇയാളെ കയ്യിൽ പിടിച്ച് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി എന്ന മട്ടില് ആ തല ചവിട്ടി അതുകൊണ്ട് ആഹ്ലാദം കണ്ടെത്തി എന്നൊക്കെയാണ് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുക. എന്തൊക്കെയായാലും നീറോ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകണം. പിന്നീട് സഹോദരന്മാരെ മുഴുവൻ കൊന്നു. ആദ്യ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ വയറ്റത്ത് ചവിട്ടി അവരെ കൊന്നു. അടുത്ത ഭാര്യയെ ഹൃദയത്തുല്യം സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവർ മരിച്ചു. കൊന്നതാണോ മരിച്ചതാണോ എന്ന് ചരിത്രത്തിൽ അറിഞ്ഞുകൂടാ. ഇനി രണ്ടാം ഭാര്യ മരിച്ചതിന് ശേഷം ഇയാൾ എന്താ ചെയ്തത്? അവരുടെ രൂപസാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പയ്യനെ കല്യാണം കഴിച്ചു, പബ്ലിക്കായിട്ട്. ആ പയ്യനെ കല്യാണം കഴിച്ചതിന് ശേഷം മറ്റൊരു അടിമയായ പുരുഷനെ കല്യാണം കഴിച്ചു. രണ്ടാമത്തെ വിവാഹത്തിന് ഇയാൾ വധുവിന്റെ വേഷത്തിലാണ് മണ്ഡപത്തിൽ വന്നു നിന്നത്. ഇങ്ങനെ കോമാളിത്തരങ്ങൾ ഒരുപാട് കാട്ടിയ ആളാണ്. ഇനി റോമൻ ചക്രവർത്തിമാരിൽ ഒളിമ്പിക്സ് സമ്മാനം കിട്ടിയിട്ടുള്ള ഒരേ ഒരാള് നീറോ ചക്രവർത്തിയാണ്. സമ്മാനം സ്വയം നേടിയെടുത്തതാണ്. 10 കുതിരകളെ പൂട്ടിയ രഥത്തിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ആ രഥയോട്ട മത്സരത്തിൽ 1ാം സ്ഥാനം നേടി എന്നാണ് പറയുന്നത്. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നത് മുന്നേ ഓടിയ എല്ലാവരെയും ഒളിഞ്ഞു നിന്നിരുന്ന ഭടന്മാർ അമ്പെയ്ത്ത് വീഴ്ത്തി. എന്നിട്ടാണ് ഇയാള് എല്ലാവരും കൊന്നതിന് ശേഷം ഞാൻ ഒന്നാമനായി എന്ന് പറഞ്ഞ് സമ്മാനം മേടിച്ചത്. അതുപോലെ ആ ഒളിമ്പിക്സ് മത്സരത്തിൽ ധാരാളം സമ്മാനങ്ങൾ ഇയാൾ സ്വന്തമാക്കി. എതിരാളികൾ ആരും ഉണ്ടായിരുന്നില്ല. ഇനി എതിരാളികളായിട്ട് നിൽക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം കളിക്കളത്തിൽ വെച്ച് തല പോകുമല്ലോ. അതുകൊണ്ട് എതിരാളികളില്ലാതെ ഇയാൾ എല്ലാ സമ്മാനങ്ങളും വാരിക്കൂട്ടി. ഇനി ഇയാളെ തന്നെ വിളിച്ചത് അനശ്വരനായ കലാകാരൻ എന്നാണ്. അയാൾ ഇങ്ങനെയാണ് നോവലിൽ പറയുക: എന്നെ പോലെ ഇത്രയ്ക്ക് മഹാനായ ഒരു കലാകാരനുണ്ടോ, മഹാനായ കവിയുണ്ടോ, മഹാനായ ചിത്രകാരനുണ്ടോ, അഭിനേതാവുണ്ടോ, മഹാനായ ഒരു ചക്രവർത്തി ഉണ്ടോ? വേറെ ആരും ഇതുപോലെ ഇല്ല. ഇങ്ങനെ വീൺവിളക്കിയിരുന്ന ഒരു മനുഷ്യൻ. ഇനി ഇയാള് നോവലുടനീളം ഇയാളുടെ ചിത്രം ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും കൊന്നെടുക്കണം എന്ന് ശപഥം ചെയ്ത ഒരാളുടെ ചിത്രമാണ്. കാരണം റോമില് തീയിട്ടത് ഇയാളാണ്. റോമ നഗരം വെന്തിരിഞ്ഞപ്പോൾ വീണ മീട്ടിയ വ്യക്തിയാണ് ഈ ചക്രവർത്തി എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. വീണ മീട്ടിയിരുന്ന അദ്ദേഹം പിന്നീട് പറഞ്ഞത് ക്രിസ്ത്യാനികളാണ് റോമ നഗരത്തെ വെണ്ണീറാക്കിയത് എന്നാണ്. പിന്നെ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കണം, സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. ക്രിസ്ത്യാനികളെ മുഴുവൻ സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു, കൊന്നൊടുക്കി.
അങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്തിയ ഒരു വല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഈ നീറോ. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത്? ശത്രുക്കൾ കൊട്ടാരം വളയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മരിക്കല്ലാതെ വേറെ മാർഗമില്ല. പക്ഷേ കുത്തിയിരുത്തിയിരിക്കുന്ന കഠാരയിലേക്ക് എടുത്ത് ചാടാൻ വയ്യ, പേടിയാണ്. പിന്നെ അയാളുടെ സഹചാരിയായിരുന്ന ഒരു യുവാവ് ഇയാളെ എടുത്തെറിയുകയാണ് ചെയ്തത് ആ കഠാരയിലേക്ക്. അങ്ങനെ മരിച്ചു. മരിക്കുന്ന ഇയാൾ എന്താ പറഞ്ഞത്? റോമിന് നഷ്ടപ്പെട്ടത് അനശ്വരനായ കലാകാരനെയാണ്. അത് പറഞ്ഞിട്ടാണ് അയാൾ മരിച്ചത്. ഈ കഥാപാത്രത്തെ അതിസുന്ദരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇയാള് കോമാളിയാണല്ലോ പലപ്പോഴും. സെയിന്റ് പീറ്ററിനെ തൊടാൻ ശ്രമിക്കുന്ന ഒരു രംഗമുണ്ട്. തൊടാൻ ശ്രമിച്ചപ്പോൾ മിന്നലേറ്റ പോലെ ഇയാളുടെ കൈ തെറിച്ചുപോയി. അപ്പോൾ കൂടെ നിന്നൊരാള് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, യു കനോട്ട് ടച്ച് ഹിം മൈ ലോർഡ് ബിക്കോസ് ഹി ഹാസ് ദ ടച്ച് ഓഫ് ദ ലോർഡ്. അതായത് എന്റെ തമ്പുരാനെ അയാളെ തൊടാൻ പറ്റില്ല, കാരണം അയാൾക്ക് തമ്പുരാന്റെ സ്പർശമുണ്ട്. യു കനോട്ട് ടച്ച് ഹിം മൈ ലോർഡ് ബിക്കോസ് ഹി ഹാസ് ദ ടച്ച് ഓഫ് ദ ലോർഡ്. യഥാർത്ഥ തമ്പുരാന്റെ സ്പർശമുള്ളത് കൊണ്ട് തമ്പുരാനെ നിങ്ങള് അവരെ തൊടാൻ ശ്രമിക്കണ്ട, നിങ്ങൾ ചിതറിക്കപ്പെടും എന്നാണ് കൂടെ നിന്നയാൾ പറഞ്ഞു കൊടുത്തത്. വീണ്ടും സെയിന്റ് പീറ്റർ മരണത്തിന് വേണ്ടി വലിച്ചെടുക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം ആളുകൾ നോക്കിയിട്ട് പറയുന്നതാണ് മൊമെന്റോ ഡോമിനോ. കർത്താവിനെ ഓർക്കുക, റിമെമ്പർ ദ ലോർഡ്. ഭാര്യയെ കഴിമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും പറഞ്ഞത് അതാണ്, റിമെമ്പർ ദ ലോർഡ്. മരണത്തിന് തൊട്ടു മുമ്പും പറഞ്ഞത്, എല്ലാവരും നോക്കി പറഞ്ഞത് റിമെമ്പർ ദ ലോർഡ്, മൊമെന്റോ ഡോമിനോ. അപ്പോൾ മരിക്കുമ്പോൾ പോലും കർത്താവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സെയിന്റ് പീറ്റർ കടന്നു പോവുക എന്നർത്ഥം.